ജീവിതത്തിലെ ഒരു അനുഭവം മോശമാണെന്ന് കരുതി നിങ്ങളുടെ കഥ അവസാനിക്കുന്നില്ല. നമ്മുടെ ഭാവി തീരുമാനം ആരോടും വെളിപ്പെടുത്താതെ ഇരിക്കുക. ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രം പറയുക. ക്ഷമിക്കുന്നവർ ആകുക, മനസ്സിലാക്കുന്നവർ ആകുക, എന്നാൽ വിഡ്ഢിയാകരുത്. നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ്. അവരുടെ പ്രവൃത്തികൾ കാരണം നിങ്ങൾ കരയുന്നത് കണ്ട് സംതൃപ്തി അടയാനുള്ള അവസരം ആർക്കും നൽകരുത്. ഒരു നല്ല മാനസികാവസ്ഥ എന്നത് മാനസികവും വൈകാരികവുമായ വീക്ഷണമാണ്. അത് കഠിനമായ വർത്തമാനത്തിന്റെ മറുവശത്ത് ഒരു നല്ല ഭാവിയെ ലക്ഷ്യമിടുന്നു. നമ്മൾ എന്താണോ അതിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും സ്വയം നിർമ്മിക്കാനുള്ള ശക്തി നമുക്കുണ്ട്. പോസിറ്റീവ് മനോഭാവം, പോസിറ്റീവ് ചിന്തകൾ, സംഭവങ്ങൾ, ഫലങ്ങൾ എന്നിവയുടെ ഒരു ശൃംഖലയാണ്. ആളുകൾ നിങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ നിരാകരിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് എന്താണെന്നും അല്ലാത്തത് എന്താണെന്നും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ചില ആളുകൾ നിങ്ങളെ പൂർത്തിയാക്കുന്നു. അവരെ മുറുകെ പിടിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അവരെ ആവശ്യമുണ്ട്, കൂടാതെ അവർക്ക് നിങ്ങളെ തിരികെ ആവശ്യവുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇന്നലത്തതിനേക്കാൾ മികച്ച ഒരു പദ്ധതി തയ്യാറാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വിജയം കണ്ടെത്തുന്നതിന് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നത് നിർത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആളുകളെ പ്രചോദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുറഞ്ഞത് അവരെ തരം താഴ്ത്തരുത്. പ്രചോദനം ഉള്ളപ്പോൾ നഷ്ടപ്പെടുന്നത് നാണക്കേടായി കണക്കാക്കില്ല. അത് തിളക്കമുള്ള ഭാഗത്തേക്കുള്ള നിങ്ങളുടെ ചെറിയ ചുവടാണ്. നിങ്ങളിൽ സങ്കടവും ഏകാന്തതയും വളരുമ്പോൾ നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് വിമർശനം. മറ്റാരും ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിലകൊള്ളുക. ജീവിതം എല്ലാവരെയും അവരുടെ സ്വന്തം കാര്യങ്ങളിൽ തിരക്കിലാക്കുന്നു. നിങ്ങൾക്ക് നല്ല മനോഭാവമുണ്ടെങ്കിൽ ഏത് അഭിമുഖത്തിലും നിങ്ങൾക്ക് വിജയിക്കാനാവും. തങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്നതിന് മുൻപ് ലോകത്തിലെ എല്ലാ പ്രതിഭകൾക്കും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ആരെങ്കിലും നിങ്ങളെ നിരസിച്ചാൽ മോശം തോന്നേണ്ട ആവശ്യമില്ല. കാരണം ആളുകൾക്ക് താങ്ങാനാവാത്തത് കൊണ്ടാണ് വിലയേറിയ വസ്തുക്കൾ അവർ നിരസിക്കുന്നത്. വേഗത്തിൽ നടക്കുന്ന ആളുകൾ പൊതുവെ പതിയെ നടക്കുന്നവരെക്കാൾ സന്തോഷവാന്മാരും കഠിനാധ്വാനികളുമാണെന്ന് പഠനങ്ങൾ പറയുന്നു. പരസ്പരം സ്നേഹിക്കുന്ന സ്ത്രീയും പുരുഷനും പരിസരം മറന്ന് പെരുമാറുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്